യുദ്ധക്കരുത്തിൽ നാഴികക്കല്ലാകുന്ന ഒരുപാട് സൈനിക വാഹനങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ട്. പ്രളയത്തെ നേരിടാൻ രക്ഷാപ്രവർത്തനം സുഗമമാക്കാൻ സഹായിക്കുന്ന ഇന്ത്യൻ തുറുപ്പുചീട്ട അറ്റോർ N1200. യുക്രൈൻ കമ്പനിയായ ക്വാഡ്രോ ഇന്റർനാഷണൽ നിർമ്മിച്ച ഈ വാഹനം 2024 റിപ്പബ്ലിക് ഡേ പരേഡിലാണ് അവതരിപ്പിച്ചത്. ഓഫ് റോഡ് ഗതാഗതം സുഗമമാക്കുക എന്നതാണ് ഈ വാഹനത്തിന്റെ പ്രഥമ പരിഗണന. മഞ്ഞുമൂടിയ മലനിരകൾ, ചതുപ്പുനിലങ്ങൾ എന്നിങ്ങനെ അതീവ ദുർഘടമായ സാഹചര്യങ്ങളിൽ നീക്കം നടത്താനും രക്ഷാപ്രവർത്തനങ്ങൾക്ക് കരുത്തുപകരാനും അറ്റോർ N1200 വെഹിക്കിൾ സഹായിക്കും. അടുത്തിടെ പഞ്ചാബിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യൻ സൈന്യം ഈ വാഹനം ഉപയോഗിച്ചതോടെയാണ് ഇതിന്റെ സാഹസിക ദൃശ്യങ്ങൾ വൈറലായത്. മോട്ടോർ സൈക്കിളിന്റെ അജിലിറ്റിയും കാറിന്റെ സ്റ്റെബിലിറ്റിയുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ചതുപ്പുകൾ, നദികൾ, മഞ്ഞുമൂടിയ പ്രദേശങ്ങൾ, മരുഭൂമികൾ, പാറക്കെട്ടുകൾ എന്നിങ്ങനെ എവിടെയും തടസ്സമില്ലാതെ സഞ്ചരിക്കാനുള്ള ഇതിന്റെ കഴിവാണ് ഏറ്റവും വലിയ സവിശേഷത. അറ്റോർ N1200 പൂർണ്ണമായും ആംഫീബിയസ് ആണ്. അതായത് കരയിൽ നിന്ന് വെള്ളത്തിലേക്കും തിരിച്ചും തടസ്സമില്ലാതെ നീങ്ങാൻ ഇതിന് കഴിയും. ഇതിന്റെ വലിയ താഴ്ന്ന മർദ്ദമുള്ള ടയറുകൾ വെള്ളത്തിൽ ഒഴുകി നീങ്ങാൻ സഹായിക്കുകയും ഒരു പ്രൊപ്പല്ലർ പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് സൈനികർക്കും അവശ്യ സാധനങ്ങൾക്കും എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ പോലും അനായാസം എത്താൻ കഴിയുമെന്ന് ഉറപ്പു നൽകുന്നു. ഉയർന്ന കരുത്തുള്ള ഡോക്കൂൾ സ്റ്റീൽ ഫ്രെയിം ഉപയോഗിച്ചാണ് ഈ വാഹനം നിർമ്മിച്ചിട്ടുള്ളത്. 30 വർഷം വരെ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനക്ഷമത ഉറപ്പാക്കാൻ സിങ്ക് കോട്ടിംഗ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ബോഡി പാനലുകൾക്ക് തുരുമ്പ് പിടിക്കാത്ത വിധമാണ് നിർമ്മാണം. ആവശ്യമെങ്കിൽ അധിക സുരക്ഷയ്ക്കായി കെവ്ലാർ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ആർമർ എന്നിവയും ഘടിപ്പിക്കാൻ സാധിക്കും. 1200 കിലോഗ്രാം ഭാരം വഹിക്കാനുള്ള കഴിവുണ്ടതിന്. ഡ്രൈവർ ഉൾപ്പെടെ 9 പേർക്ക് ഇതിൽ സഞ്ചരിക്കാം. കൂടാതെ 2350 കിലോഗ്രാം ഭാരം വരെ വലിച്ചുകൊണ്ടുപോകാനും ഇതിന് സാധിക്കും. സൈനിക നീക്കങ്ങൾക്കും ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾക്കും ഇതേറെ ഉപകാരപ്രദമാണ്. 40 ഡിഗ്രി സെൽഷ്യസ് മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ പ്രവർത്തിക്കാൻ അറ്റോർ N1200 സാധിക്കും. അതിനാൽ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളായ സിക്കിം, ലഡാക്ക് തുടങ്ങിയ അതീവ തണുപ്പുള്ളതും ദുർഘടവുമായ മേഖലകളിൽ വിന്യസിക്കാൻ ഇത് അനുയോജ്യമാണ്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം 250 കോടി രൂപയുടെ കരാറിൽ JSW ഗ്രൂപ്പിന്റെ ഉപസ്ഥാപനമായ JSW കെക്കോ മോട്ടേഴ്സിൽ നിന്ന് 96 യൂണിറ്റ് അറ്റോർ N1200 ആദ്യഘട്ടത്തിൽ ഓർഡർ നൽകിയിരുന്നത്. സാധാരണ വാഹനങ്ങൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സൈനികർക്ക് വേഗത്തിൽ നീങ്ങാനും രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും സാധ്യമാക്കുന്ന ഒരു നിർണായക വാഹനമാണിത്. അതേസമയം പ്രതിരോധ കയറ്റുമതിയിലും ഇന്ത്യ വൻ കുതിപ്പാണ് ലക്ഷ്യമിടുന്നത്. 2029 പ്രതിരോധ ഉൽപാദനം 3 ലക്ഷം കോടി രൂപയായി ഉയർത്താനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. കയറ്റുമതി 50,000 കോടി രൂപയുടെ ലക്ഷ്യം വയ്ക്കുന്നു. 2047 ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കയറ്റുമതി രാജ്യമാകുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാർ നീക്കങ്ങൾ. താങ്ങാനാവുന്ന വിലയും ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഉയർന്ന കഴിവുമാണ് ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ച ഡിമാൻഡിന് കാരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.